നമസ്കാരം. ഈ മലയാളത്തിലേക്ക് സ്വാഗതം. NSEയുടെ പ്രധാനപ്പെട്ട സെക്ടറൽ സൂചികയായ ബാങ്ക് നിഫ്റ്റി പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വർഷം രണ്ടാമത്തെ തവണയാണ് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുള്ള മുന്നേറ്റം കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇത്രയധികം മുന്നേറ്റം ഉണ്ടാകുന്നത്? അടുത്ത ഒരു വർഷം ബാങ്ക് നിഫ്റ്റി എവിടം വരെ പോകാം, അല്ലെങ്കിൽ സമീപ കാലയളവിലേക്കുള്ള സാധ്യതകൾ എന്തൊക്കെ, നിക്ഷേപകർ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളും ഘടകങ്ങളും എന്തൊക്കെ, ഇത്രയും വിവരങ്ങളാണ് ബാങ്ക് നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. നമുക്ക് ആദ്യം ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ NSEയുടെ പ്രധാനപ്പെട്ട ഒരു സെക്ടറൽ ഇൻഡെക്സ് ആയ അല്ലെങ്കിൽ സെക്ടറൽ സൂചികയായ ബാങ്ക് നിഫ്റ്റി 400ഓളം പോയിന്റ് ഉയർന്ന് ആദ്യഘട്ടത്തിൽ ഒരു തീരുനഷ്ടം ഉണ്ടെങ്കിൽ അത് മറികടന്ന് ഒരു മുന്നേറ്റം പ്രകടമാക്കിയോടെ അങ്ങനെ 400ഓളം പോയിന്റ് മുന്നേറിയ ഘട്ടത്തിലാണ് 57,823, അതായത് വെള്ളിയാഴ്ച വ്യാപാരത്തിനിടെ രാവിലത്തെ ഘട്ടത്തിൽ 57,823 നിലവാരത്തിലേക്ക് എത്തിയപ്പോൾ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ 57,823 പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇപ്പം രാവിലത്തെ ഒരു സെഷൻ നോക്കുകയാണെങ്കിൽ, അതായത് ആദ്യഘട്ടത്തിലൊരു സെഷൻ നോക്കുകയാണെങ്കിൽ 57,550, 57,750 എന്ന നിലവാരത്തിനിടയിലാണ് ബാങ്ക് നിഫ്റ്റി വ്യാപാരം ചെയ്യപ്പെടുന്നതായി കാണാം. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് ഓഹരികളാണ് ICICI ബാങ്ക്, HDFC ബാങ്കും. ഈ രണ്ടിൻ്റെ ഒരു വെയിറ്റേജ് എന്ന് പറയുമ്പോൾ HDFC ബാങ്കിന് 28%, ICICI ബാങ്കിന് 24%. അപ്പോൾ ഈ രണ്ട് ഓഹരികളുടെയും വെയിറ്റേജ് തന്നെ എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ 52%, ഏകദേശം 53% വരും. അപ്പം ഈ പ്രധാനപ്പെട്ട രണ്ട് ഓഹരികളുടെയും പ്രധാനപ്പെട്ട Q2 റിസൾട്ട്സ് അല്ലെങ്കിൽ സെപ്റ്റംബർ പാദഫലത്തിലെ റിസൾട്ടുകൾ ശനിയാഴ്ച പ്രഖ്യാപിക്കാനിരിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ കുതിപ്പ് എന്നുള്ളതും ഒരു ശ്രദ്ധേയമായൊരു ഘടകമാണ്. അപ്പം ഒക്ടോബറിൽ നോക്കുകയാണെങ്കിലും ഏകദേശം 3000ഓളം പോയിൻ്റാണ് ഈ ഒരു ഒക്ടോബർ, അത് ഈ ഒരു മാസം ബാങ്ക് നിഫ്റ്റി മുന്നേറിയിട്ടുള്ളത്. ഏകദേശം പറയുന്നത് 5% മുന്നേറ്റം ഇതുവരെയുള്ള ഈ മാസത്തിന് ഇതുവരെയുള്ള ഒരു കാലയളവിൽ നേടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2025 ഒരു തേർഡ് ബെസ്റ്റ് മന്ത്, അതായത് മന്ത്ലി പെർഫോമൻസ് ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ ഈ 2025 മാർച്ച് ഏപ്രിൽ മാസത്തിന് ശേഷമുള്ള ഒരു ബെസ്റ്റ് ഒരു മന്ത്ലി പെർഫോമൻസ് ആയിട്ട് നിന്ന് മാറാനുള്ള സാധ്യതകളും ബാങ്ക് നിഫ്റ്റിയുടെ നിലവിൽ പ്രകടനത്തിൽ നിന്ന് കാണാനാകും. അപ്പം ഈ നിലവിൽ ഇപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് ബാങ്ക് നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ പുതിയൊരു സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നേറ്റം കാണിക്കുന്നത്. ജൂലൈ 2, 2025 57,628 വരെ എത്തിയാണ് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ റെക്കോർഡ് നിലവാരം ബാങ്ക് നിഫ്റ്റി കുറിച്ചിരുന്നത്. അത് ഇന്ന് ഒക്ടോബർ 17 ഉള്ള വ്യാപാരത്തിനിടയിൽ 57,823 വരെ എത്തി. അത് തിരുത്തപ്പെടുകയുണ്ടായി, അല്ലെങ്കിൽ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ 2 തവണ നമുക്ക് ഈ വർഷം ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം ഈ ഒരു രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഫ്രീക്വൻസി കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഡെക്സിലുള്ള ഒരു ബുള്ളിഷ്നെസ് നമുക്ക് അതിൽ നിന്നും പ്രകടമാണ്. അപ്പം ഈ ഒരു മാർച്ച് 25 അല്ലെങ്കിൽ മാർച്ച് 11 ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഈ 2025 കലണ്ടർ വർഷത്തിൽ നോക്കുമ്പോൾ ഒരു ലോവസ്റ്റ് പോയിന്റിൽ താഴെ നിലവാരം രേഖപ്പെടുത്തിയിട്ടുള്ള. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം 10,000ഓളം പോയിൻ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ മുന്നേറിയിട്ടുള്ളത്, അതായത് 21% മുന്നേറ്റം. മാർച്ച് 11 47,702 വരെ എത്തിയാണ് ബാങ്ക് നിഫ്റ്റി ഒരു ലോ 50 വീക്കിനിടയിലുള്ള ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അവിടുന്ന് അതിന് ശേഷം ഒരു ശക്തമായ മുന്നേറ്റം ഇൻഡെക്സിൽ പ്രകടമാണ്. അതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഓഹരികളും മികച്ച പെർഫോമൻസ് നടത്തിയത് കൊണ്ടാണ് ഇൻഡെക്സിൽ ആ ഒരു പെർഫോമൻസ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് ആ ഒരു 2025 താഴെ നിലവാരത്തിൽ നിന്നും 18% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ICICI ബാങ്കിലും 18% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആക്സിസ് ബാങ്കിലും 17% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കൊടക് മഹീന്ദ്ര ബാങ്കിൽ 15% മുന്നേറ്റം, അത് മാർച്ചിലെ താഴെ നിലവാരത്തിൽ നിന്നും ഈ വരെയുള്ള കാലയളവിൽ 15% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. IDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ 22% മുന്നേറ്റം രേഖപ്പെടുത്തി. ഫെഡറൽ ബാങ്ക് ഒരു കേരള സ്റ്റോക്ക് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഫെഡറൽ ബാങ്കും 19% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാനറ ബാങ്കിൽ 52% മുന്നേറ്റം. AU സ്മോൾ ഫിനാൻസ് ബാങ്കിൽ 46%. ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ഭാഗമായി ഇൻഡെക്സ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് 12 അതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഒരു ഡബിൾ ഡിജിറ്റ് മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ട് കാണും. ആകെ ഒരു നെഗറ്റീവ് പെർഫോമൻസ് ഉള്ള അല്ലെങ്കിൽ അണ്ടർ പെർഫോമിംഗ് ആയിട്ട് നിൽക്കുന്ന ഇൻഡസ്ഇൻഡ് ബാങ്ക് മാത്രമാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡെറിവേറ്റീവ് അക്കൗണ്ടിങ്ങിലെ ഇറഗുലാറിറ്റി സംബന്ധിച്ചും അവിടെ ചില ഒരു ക്രമക്കേടുകൾ നടന്നുള്ള വാർത്തയെ സംബന്ധിച്ചുള്ളൊരു തിരിച്ചടി ആ ഒരു ഓഹരിയിൽ ബാങ്കിൽ നേരിട്ടതാണ്. അപ്പം അതിനൊരു തിരിച്ചടി ഉണ്ടായത് 17%-ഓളമാണ് ഈ ഒരു മാർച്ചിൽ നിന്ന് ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നോക്കുമ്പോൾ ഈ ഒരു ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു ഓഹരി താഴ്ന്നു നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എക്സ്റ്റേണൽ ഓഡിറ്റിൽ വന്ന കാര്യത്തിൽ നേരത്തെ കണ്ടതിനെക്കാട്ടും കൂടുതലുള്ള ചില ക്രമക്കേടുകൾ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ബാങ്ക് കഴിഞ്ഞ തിരിച്ചടി നേരിട്ടത്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഒരു മുന്നേറ്റം കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ബാങ്കുമായിട്ട് സംബന്ധിച്ചുള്ള ചില ഒരു ക്രമക്കേടുകളെ സംബന്ധിച്ച് വാർത്ത വന്നതാണ്. പക്ഷേ കണ്ടെത്തിയ വാർത്തകളൊന്നും ബാങ്കിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ അത്രയും പ്രതികൂലമല്ല. പക്ഷേ എന്നിരുന്നാലും
പിന്നെ അതിൻ്റെ പ്രൊമോട്ടർമാരൊക്കെ പകുതിയോളം ഷെയർ പ്ലെഡ്ജ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ചില നെഗറ്റീവ് ഫാക്ടേഴ്സ് ആ ഒരു ഓഹരിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പം ഇനി എന്തുകൊണ്ട് നമുക്ക് ഒരു ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സമീപകാലത്തൊരു മുന്നേറ്റം ഉണ്ടാകുകയാണെന്ന് നോക്കുകയാണെങ്കിൽ അതൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിന് ടെക്നിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് കാണാനാകും. പ്രത്യേകിച്ച് ഒക്ടോബറിൽ ഒരു കുതിപ്പ് എന്ന് പറയുന്നത് ഒരു 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 സ്ട്രോങ് ടെക്നിക്കൽ ലെവൽസിന് മുകളിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടിയതിൻ്റെ പുറത്താണ്. പക്ഷേ അതിനേക്കാൾ ഏറെ ആ ഒരു കുതിപ്പിലേക്ക് ആ ബ്രേക്കൗട്ടിലേക്ക് വരെ എത്തിച്ചതും ഇപ്പോൾ അതിനെ നിലനിർത്തുന്നതും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കാണാം. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ കഴിയുക ഈ ഒരു സെപ്റ്റംബർ ക്വാർട്ടറിൽ അല്ലെങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ സെക്കൻഡ് ക്വാർട്ടർ അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലുള്ള ആ ഒരു ത്രൈമാസ കാലയളവിലേക്കുള്ള ഒരു ബിസിനസ് അപ്ഡേറ്റുകൾ മിക്ക ബാങ്കുകളും വളരെ ശക്തമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ്, ബിസിനസ് അപ്ഡേറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പം ലോണിൻ്റെ ഗ്രോത്ത്, ലോൺ വിതരണം ചെയ്യുന്നതിൻ്റെ ഗ്രോത്തിലായാലും ഡെപ്പോസിറ്റ് അതായത് നിക്ഷേപം ലഭിച്ചതിൻ്റെ അളവ് നോക്കുമ്പോൾ ആ ശക്തമായിട്ടുള്ള ഒരു ആരോഗ്യകരമായ ഗ്രോത്ത് ഇയർ ഓൺ ഇയർ ബേസിസ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതേ സമാന പാദത്തിൽ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വാർഷിക വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ലോൺ കൊടുക്കുന്നു, അതൊരു ഡെപ്പോസിറ്റും കിട്ടിയെന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു ആരോഗ്യകരമായ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സാധിച്ചു എന്നുള്ളത് ആണ് എൻ്റെ ഒരു അടിസ്ഥാനം. പിന്നെ രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ RBIയുടെ ഭാഗത്ത് നിന്ന് ചില റിലാക്സേഷൻ ബാങ്ക് സെക്ടറായിട്ട് വന്നിട്ടുള്ളത് ബാങ്കിങ് ഓഹരികളെ നല്ല രീതിയിൽ തുണയ്ക്കുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ കോർപ്പറേറ്റ് ലോൺസിന് നേരത്തെ ഏർപ്പെടുന്ന ചില നിബന്ധനകളും അല്ലെങ്കിൽ ഒരു ചില കാര്യങ്ങളൊക്കെ അത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ കുറേയധികം മാറ്റിയിട്ടുണ്ട്. 10,000 കോടിക്ക് മുകളിലേക്കുള്ള ലോണൊക്കെ ചില സെക്ടേഴ്സിൽ കൊടുക്കുന്നതിനൊക്കെയുള്ളൊരു അതൊരു ദശാബ്ദ കാലത്തോളം നിന്നിരുന്ന ചില നിയന്ത്രണങ്ങൾ RBIയുടെ ഭാഗത്ത് നിന്ന് മാറ്റിയതും ബാങ്കിങ് ഓഹരികളെ അത് തുണച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ കമ്പനികളുടെ ഒരു അക്വിസിഷനൊക്കെ ഫിനാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തതും, അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് ലെൻഡിങ്, അതായത് ഇപ്പം ലോൺ അഗൈൻസ്റ്റ് ഷെയർസും ഒക്കെ വർദ്ധിപ്പിച്ചതുമൊക്കെ, അതായത് പുതിയ ബിസിനസ് ഏരിയകൾ അവിടെ തന്നെ കൂടുതൽ അളവ് ചെയ്യാനുള്ളൊരു പിന്നെ അവസരങ്ങൾ RBIയുടെ ഭാഗത്തുണ്ടായ റിലാക്സേഷനെ തുടർന്ന് കിട്ടുന്നതും ബാങ്കിങ് ഓഹരികളെ മുന്നോട്ട് നമുക്ക് നയിച്ചായിട്ട് കാണാനാകും. അതുപോലെ തന്നെ പിന്നീട് പറയുകയാണെങ്കിലും ഒരു നടപ്പ് സാമ്പത്തിക വർഷം, അതായത് ഫിനാൻഷ്യൽ 26 ഒരു 50 BPS 0.5% വരെയുള്ള റേറ്റ് കട്ട് പൊതുവെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് കൂടുതൽ ലോൺ ഗ്രോത്തുകൾ ഉണ്ടാകുകയാണെങ്കിൽ കൂടുതൽ ബിസിനസ് കിട്ടും, അല്ലെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ ഒരു ഗ്രോത്ത് നേടാമെന്നുള്ളത് ഉള്ളൊരു പ്രതീക്ഷയും ബാങ്കിങ് ഓഹരികളൊരു മുന്നോട്ട് നയിക്കുന്നുണ്ട് കാണാം. പിന്നെ ഒരു മൂന്നാമതായിട്ട് ഒരു ഘടകം പറയുകയാണെങ്കിൽ താരതമ്യേന ഇപ്പം നമ്മൾ നിഫ്റ്റി സ്റ്റോക്കുകളായിട്ട് കമ്പയർ ചെയ്യും ബാങ്കിങ് ഓഹരികൾക്കുള്ളൊരു അട്രാക്റ്റീവ് വാല്യുവേഷനാണ്. ഫിനാൻസിന് പർട്ടിക്കുലർലി ഫിനാൻസിനെ നോക്കുമ്പോൾ ഒരു താരതമ്യേന ഒരു വാല്യുവേഷൻ ബെറ്റർ ആയിട്ടുള്ളത് കാണാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇപ്പം ഒന്നാം പാദത്തിൽ ഒരു വാർഷിക അനുപാതത്തിൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച ഉണ്ടായില്ലെങ്കിൽ പോലും ഈ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു സ്ട്രോങ് റിക്കവറി, ഏണിങ്സ് റിക്കവറി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും ബാങ്കിങ് ഓഹരികൾ മുന്നോട്ട് നയിക്കുന്നുണ്ട്. അപ്പം ഇത്രയും ഒരു ഘടകങ്ങളാണ്. പിന്നെ അസറ്റ് ക്വാളിറ്റിയും താരതമ്യേന മുൻകാലങ്ങളെക്കാട്ടും ഒരു സ്റ്റെബിലൈസ് ചെയ്യുന്നുള്ളതായിട്ട് കാണാൻ പറ്റും. ആ ഒരു സ്ട്രെസ്, ബാഡ് ലോൺസൊക്കെ കുറയുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണങ്ങളും നൽകുന്നത്. ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുള്ളതുകൊണ്ടൊക്കെ തന്നെ അത്തരം അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നതുമൊക്കെ ബാങ്കിങ് ഓഹരികളെ ഒരു പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ ഫാക്ടേഴ്സും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടെക്നിക്കൽ ലെവൽസിന് മുകളിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടിയതും ഈ ഒരു ഒക്ടോബർ മാസം കിട്ടിയതുമൊക്കെ ബാങ്കിങ് ഓഹരികൾ മുന്നോട്ട് നയിക്കുന്നുണ്ട്. അപ്പം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ റീസൺസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ബാങ്കിങ് ഓഹരികൾ സമീപകാലത്ത് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ സമീപകാലത്തിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇൻഡെക്സിൻ്റെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന HDFC ബാങ്കും ICICI ബാങ്കുമാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നാളെയാണ് വരുന്നത്. അപ്പം ഈ 28%-ലധികമുള്ളൊരു ഇൻഡെക്സിൻ്റെ വെയിറ്റേജ് HDFC ബാങ്ക് ഓഹരികൾക്കുണ്ട്. ICICI ബാങ്കിനും അതുപോലെ സമാനമായി 24%-ഓളമുണ്ട്. ഈ രണ്ട് ഓഹരികളുടെ കൂട്ടുമ്പോൾ 53%-ഓളം ഇൻഡെക്സിൻ്റെ വെയിറ്റേജ് വരും. അതായത് ഇപ്പോൾ ഈ രണ്ട് ഓഹരികളും 10% മുന്നേറുകയാണെങ്കിൽ ഈ രണ്ട് ഓഹരികളുടെ മുന്നേറ്റം കൊണ്ട് മാത്രം ബാങ്ക് നിഫ്റ്റിക്ക് 5%-ലധികം മുന്നേറാൻ കഴിയുമെന്നാണ് അതിൻ്റെ ഒരു സൂചന. അതുകൊണ്ട് തന്നെ HDFC ICICI ബാങ്കിൻ്റെയും റിസൾട്ടുകൾ വളരെ നിർണായകമാണ്. അപ്പം നാളെ പ്രതീക്ഷയ്ക്കൊത്തുള്ള നിലവാരത്തിൽ ആ ഒരു റിസൾട്ട് എത്തുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ആ ഒരു
പെർഫോമൻസ് കണ്ടു ചെയ്യാനുള്ള ഒരു അനുകൂല പശ്ചാത്തലം ഒരുങ്ങും. നിലവിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ഒക്കെ വന്നതും ഒരു എസ്റ്റിമേഷൻ്റെ തൊട്ട് താഴെയാണെങ്കിൽ പോലും ഏറെക്കുറെ ബാക്കിയുള്ള ഘടകങ്ങൾ നോക്കുമ്പോൾ ബെറ്ററുള്ള പെർഫോമൻസാണ് ആക്സിസ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈവറ്റ് സെക്ടറിലെ ലീഡിംഗ് ആയിട്ടുള്ള 2 ബാങ്കുകൾ HDFC ബാങ്ക്, ICICI ബാങ്ക് താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം HDFC ബാങ്കിൻ്റെ നിലവിൽ മാർക്കറ്റ് അനലിസ്റ്റുകളുടെ ഒരു ഒപ്പീനിയൻ പോൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരൊരു എസ്റ്റിമേഷൻ പ്രകാരം നോക്കുമ്പോൾ ഒരു ജൂലൈ സെപ്റ്റംബർ ക്വാർട്ടറിൽ ഒരു മ്യൂട്ടഡ് പെർഫോമൻസ് ഉണ്ട്. അതായത് വലിയ വളർച്ചാ നിരക്കിൽ വലിയ കുതിപ്പിലുള്ള ഇതൊന്നും രേഖപ്പെടുത്താൻ സാധ്യതയില്ല. അത് ഈ ജൂൺ അതായത് ഇത് തൊട്ട് മുന്നേ വന്നിട്ടുള്ള MPC RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് റിപ്പോ റേറ്റിൻ്റെ ഒരു കട്ടൊക്കെ വന്നത് ജൂൺ ഒരു ഭാഗത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെയൊക്കെ ആ ഒരു പ്രഷർ മാർജിനിൽ വരുന്നതൊക്കെ കൊണ്ടാണ് അതങ്ങനെ കരുതുന്നത്. പിന്നെ ഹയർ ക്രെഡിറ്റ് കോസ്റ്റും ഒക്കെ അതിൻ്റെ ഒരു കാരണങ്ങളായിട്ട് അവർ റിസർച്ച് റിപ്പോർട്ടിൽ കാണാം. അപ്പോൾ HDFC ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു Q2 പ്രതീക്ഷിക്കുന്ന നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം NII എന്ന് പറയുന്നത് 31,105 കോടിയിലെത്തുമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നാളെ ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നതിന് മുകളിലുള്ള റിസൾട്ടാണെന്ന് കാണാം. അങ്ങനെയെങ്കിൽ അത് ഒരു HDFC ഓഹരികൾക്ക് ഒരു കുതിപ്പായുള്ള സാധ്യതയുള്ളൊരു ഘടകമാണ്. അപ്പം 31,100 കോടിയുടെ നിലവാരത്തിൽ Q2 സെപ്റ്റംബർ ക്വാർട്ടറിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പലിശ വരുമാനം HDFC ബാങ്ക് നേടുമെന്നാണ് അനലിസ്റ്റുകളുടെ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം സൂചിപ്പിക്കുന്നത്. സമാനമായി അതിൻ്റെ ഒരു എന്ന് പറയുമ്പോൾ ഇയർ ഓൺ ഇയർ 3% ആയതുകൊണ്ടാണ് മ്യൂട്ടഡ് പെർഫോമൻസിൽ കാര്യമായിട്ടുള്ളൊരു വളർച്ച നിരക്ക് രേഖപ്പെടുത്തിയില്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചത്. സമാനമായി തന്നെ നോക്കുമ്പോൾ HDFC ബാങ്കിൻ്റെ ഒരു പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ 0.6% വരെ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുള്ളൂ. 16,700 കോടിയിൽ ഒരു ക്വാർട്ടറിൽ അവർ ഒരു പ്രോഫിറ്റ് വരുമെന്നാണ് ഈ ഒരു മാർക്കറ്റ് അനലിസ്റ്റുകളുടെ ഒരു ഒപ്പീനിയൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 നമ്പേഴ്സിന് മുകളിലുള്ള റിസൾട്ടാണ് വരുന്നതെങ്കിൽ അത് വിപണി പ്രതീക്ഷിക്കുന്ന മേജർ റിസൾട്ടാണെങ്കിൽ അത് HDFC ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിന് പുറമെ ബാങ്കിങ്ങിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തരുന്ന ഗൈഡൻസ് അടുത്തൊരു ഈ ഒരു ഇയറിലേക്കുള്ളതും ഒരു സമീപഭാവിയിലേക്കുള്ള ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടും പെർഫോമൻസിനെ പറ്റി നിൽക്കുന്ന ഒരു ഗൈഡൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമൻട്രിയും ബാങ്കിൻ്റെ മാനേജ്മെൻറ്റിൽ ബാങ്കിങ് നേതൃത്വത്തിൻ്റെ കമൻട്രിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ICICI ബാങ്ക് നോക്കുമ്പോഴും അതിൻ്റെ ഒരു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 7% ഇയർ ഓൺ ഇയർ വർദ്ധിക്കുമെന്നാണ് നൊമൂറ, പ്രധാനപ്പെട്ട വിദേശ ബ്രോക്കറേജ് സ്ഥാപനം നൊമൂറയുടെ ടെക്നിക്കൽ റിസർച്ചിൽ അവരുടെ റിസർച്ച് റിപ്പോർട്ടിൽ കാണാനാകുന്നത്. ഇപ്പോൾ 21,520 കോടി രൂപ പലിശയിൽ നിന്നുള്ള വരുമാനമായിട്ട് നേടുമെന്നാണ് ICICI ബാങ്കിൻ്റെ പറഞ്ഞേക്കുന്നത്. സമാനമായി നോക്കുകയാണെങ്കിൽ അപ്പം ഈ ICICI ബാങ്കിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട അവർ റിസൾട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നമ്പറാണ് ഈ പറയുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 21,500 മുകളിലാണെങ്കിൽ അതൊരു പോസിറ്റീവാകും നമുക്ക് കരുതാം. അപ്പോൾ എന്തായാലും ഈ ഒരു HDFC ബാങ്കിൻ്റെ ICICI ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും നല്ല മികച്ച റിസൾട്ട് വരികയാണെങ്കിൽ അത് ബാങ്ക് നിഫ്റ്റി മുന്നേറ്റത്തെ അല്ലെങ്കിൽ പോസിറ്റീവ് ട്രെൻഡിനെ നിലനിർത്തുന്നൊരു ഘടകമാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ റിസൾട്ടിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ നോക്കുന്നത് മികച്ച നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണെന്നാണ് സൂചിപ്പിച്ചത്. ഇനി അല്ലെങ്കിൽ ഒരു സമീപകാല അളവിലേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സാധ്യതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് പ്രധാനപ്പെട്ട ഒരു മിഡ് ടൈം ലോങ് ടൈം മൂവിങ് ആവറേജുകൾക്ക് മുകളിലാണ്. ഇപ്പം പറയുകയാണെങ്കിൽ 20 വീക്ക് 50 വീക്ക് 200 വീക്ക് എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ് മുകളിലായിട്ടാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതൊരു സ്ട്രോങ് ബുള്ളിഷ് ഒരു ട്രെൻഡിനെ സൂചിപ്പിക്കുന്നൊരു ഘടകം തന്നെയാണ്. ഇനി വീക്ക്ലി RSI നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഇൻഡിക്കേറ്ററായ RSIയുടെ വീക്ക്ലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ 62.18 എന്നുള്ളൊരു മാർക്കിലാണ് നിൽക്കുന്നത്. അത് ന്യൂട്രൽ സോണാണ്. പക്ഷേ അവിടെ ഒരു കൺസോൾട്ടേഷനുള്ള ഒരു ചെറിയ അതായത് അടുത്തൊരു അപ്പ് മൂവിന് മുന്നേ ഒരു കൺസോൾട്ടേഷൻ വേണമെങ്കിലുള്ളൊരു സാധ്യത കിടപ്പുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ഓവറോൾ പിക്ചർ നോക്കുമ്പോൾ അത് പോസിറ്റീവ് ആണെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. റീസെൻ്റായിട്ട് ഇത്രയും ഒരു മുന്നേറ്റം ഉണ്ടായ ഭാഗത്ത് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് ഒരു ചെറിയൊരു പുൾ ബാക്ക് വരാനുള്ളൊരു സാധ്യതയിൽ കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു അണ്ടർലൈങ് അണ്ടർ ടോൺ എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ ആ ഒരു ഹയർ ഹൈ ഹയർ ലോ എന്നുള്ളൊരു ചാർട്ടിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് കാണാം. അതൊരു ക്ലാസിക്കലായിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ ഒരു സൂചനയാണത്. അപ്പോൾ ഹയർ ഹൈ ഹയർ ലോ ആ ഒരു ഹയർ ബോട്ടം എന്നുള്ള ഒരു പാറ്റേൺ വീക്ക്ലി ചാർട്ടിൽ കാണാനാവുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാനാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഈ ലെവൽ വെച്ച് നോക്കുമ്പോൾ 54,000 53,500 ഒരു വർഷ കാലയളവിലേക്കുള്ള ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 54,000 53,500 വരെയുള്ള നിലവാരങ്ങളിൽ ആണൊരു സ്ട്രോങ് സപ്പോർട്ടുള്ളത്.
ഒരു 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 ഷോർട്ട് ടൈമിലേക്കല്ല പറഞ്ഞ് ഒരു 1 ഇയർ വരെയുള്ള കാലയളവിൽ നോക്കുമ്പം അപ്പം 54,000-53,500 എന്നുള്ളത് വളരെ സ്ട്രോങ് സപ്പോർട്ടായിട്ട് നമുക്ക് കാണാം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നേരത്തെ സൂചിപ്പിച്ച കൺസോൾട്ടേഷനിൽ പുൾ ബാക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നപ്പോൾ ആ നിലവാരങ്ങളിലേക്ക് എത്തുമ്പം ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളൊരു മറുവശമായിട്ട് നമുക്ക് കരുതാം. ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ അടുത്തൊരു വർഷത്തേക്ക് നോക്കും 54,000-53,500 തകർക്കപ്പെടാത്തിടത്തോളം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ഒരു മുന്നേറ്റത്തിനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 60,000 ഒക്കെ കടക്കാനുള്ള ഒരു വർഷത്തിനുള്ളിൽ 60,000 ഒക്കെ കടന്ന് ബാങ്ക് നിഫ്റ്റി മുന്നേറാനുള്ള സാധ്യതകളും ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഘടകങ്ങളുടെ പശ്ചാത്തലത്തിൽ വെച്ച് നമുക്ക് കാണാനാകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്യുന്നു മാത്രം. അപ്പോൾ ഏവർക്കും ഒരു മികച്ച ദിനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.